ഹലോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റേഴ്സിന്റെ ഷോർട്ട് നോട്ട്സ് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 100 കമന്റ്സ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വന്നോളും, കമന്റ്സിൽ വന്നോളും ലിങ്ക് ആയിട്ട്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് കിട്ടും. ഏതൊക്കെ ഷോർട്ട് നോട്ട്സ് ആണ് മക്കളെ? പിന്നെ SLCന്റെ ബാച്ചിന്റെ അഡ്മിഷൻ നിങ്ങൾക്ക് 25th വരെ ഫീ കുറവുണ്ടാവും, മറക്കണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യർക്ക് വേദന ജോയിൻ ചെയ്യാം. ഓക്കെ, പെയർസ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. പെയർസ് ഓഫ് ഇക്വേഷനിൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ട്സിനെക്കാട്ടും. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റൻ മനസ്സിലാക്കേണ്ടത്? കോസ്റ്റ് ക്വസ്റ്റ്യൻ, ജോമെട്രി, പെരിമീറ്റർ ക്വസ്റ്റ്യൻ, നമ്പേഴ്സും ഏജസും. ഇത് 4 ടൈപ്പാണ് മെയിനായിട്ട് വരിക. ന്യൂ നമ്പേഴ്സും ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ കൂടി മിക്സ് ആയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ട്. പൈത്തഗോറസ് തിയറം, എങ്ങനെയാണ് റൂട്ടുകൾ വെച്ച് ചെയ്യേണ്ടത്, ഡയഗ്രം, അതേപോലെ റൂട്ടുകൾ സിംപ്ലിഫിക്കേഷൻ, സ്ക്വയർ റൂട്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സർക്കിൾ മെഷേർഡ്സ് ആൻഡ് പാർട്സ് ഓഫ് സർക്കിൾ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഓക്കെ ഈ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ വർഷത്തെ എക്സാമിനുണ്ട്. ഏകദേശം 21 ഒരു 5-6 മാർക്കും കൂടി വരുമ്പോൾ 27 മാർക്കാണ് ഈ 2 ചാപ്റ്ററും കൂടി വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡയഗ്രാം ക്വസ്റ്റൻസിലും ഏരിയയും സെക്ടറും സെഗ്മെൻറ്റും ഒക്കെ മനസ്സിലാക്കണം. ക്വസ്റ്റൻസ് വളരെ ഈ 2 ഭാഗം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഞാൻ ലൈവ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണാം. ഓക്കെ, ആൻഡ് ഇതാ നിങ്ങൾക്ക് പ്രിസം ചാപ്റ്റർ ആകെ 3-4 ഫോർമുലുള്ളൂ. മനസ്സിലാക്കുക പ്രിസം താഴെയും മേലെ എന്താണെന്ന്, ആ ഷേപ്പുകളുടെ ഏരിയ മനസ്സിലാക്കുക. അറിയില്ലെങ്കിൽ നമ്മൾ Day 1, Day 2, Day 3 Day 1 ലൈവ് പോയി കാണാൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പോളിനോമിയൽസ് മനസ്സിലാക്കുക. പോളിനോമിയൽസ് പിക്ചേഴ്സും ഇമ്പോർട്ടൻ്റ്, കാരണം പോളിനോമിയൽ പിക്ചേഴ്സും വളരെ റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഷോർട്ട് നോട്ട്സ് ഒന്നുമില്ല. 2 ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഇത് പഠിക്കുക, മീൻ മാർക്സ് പഠിക്കുക, അതേപോലെ ടേബിൾ ക്വസ്റ്റ്യനും പഠിക്കുക. ഓക്കെ, ടേബിൾ ക്വസ്റ്റ്യൻ ക്ലാസ് ഉള്ളതും പഠിക്കുക, അത്രയുള്ള പഠിക്കാനുള്ളത് നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മാർക്സ് വരുന്ന വെയിറ്റേജ്. ഇത് പഠിച്ചാൽ തന്നെ ഏകദേശം 40 മാർക്കിനെക്കാട്ടും കൂടുതൽ കിട്ടിക്കോളും. ഓക്കെ, ബാക്കി ചാപ്റ്റേഴ്സിനാണെങ്കിൽ ഒരു 500 കമൻസ് ആവട്ടെ. പിന്നെ മക്കളെ SLC അഡ്മിഷൻ എടുക്കാൻ മറക്കണ്ട. ടാറ്റ, ബൈ ബൈ, സി യു ഇൻ ദ ലൈവ് ക്ലാസ്സസ്.